കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് ജയിൽ സന്ദർശിക്കുന്നത്. 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അന്വേഷണ സമിതി വ്യക്തമാക്കി. ആദ്യം പ്രതികരണത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ജയിൽ ചാടിയത്, ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്, എന്തൊക്കെയാണ് അപാകതകൾ, എന്തൊക്കെയാണ് പോരായ്മകൾ, ജയിലിൽ ഏത് സാഹചര്യമാണ് അങ്ങനെ ചാടാൻ ഒരുക്കിയത്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വന്നു. ആദ്യമായിട്ട് കണ്ണൂർ ജയിൽ കാണും. പ്രധാനപ്പെട്ട ജയിലുകളെല്ലാം സന്ദർശിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കി എല്ലാ ജയിലിലെയും സൗകര്യങ്ങൾ നോക്കി പോരായ്മകൾ കണ്ടുപിടിച്ച് ശുപാർശ ചെയ്യും. അപ്പം ഇനിയൊരു രണ്ടാമതൊരു ജയിൽ ചാട്ടം ഉണ്ടാകരുതെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. 3 മാസം എന്നാണ് സർക്കാർ പറഞ്ഞേക്കണേ. പക്ഷേ 3 മാസം കൊണ്ട് ഞങ്ങൾക്ക് ഈ 10-15 ജയിലുകൾ കണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും തോന്നുന്നില്ല. പക്ഷേ ഒരു 6 മാസത്തിനകം ചെയ്യാൻ സാധിക്കും. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചെയ്യുന്നു. അരുൺ, ഈ പറഞ്ഞതുപോലെ പ്രിസൈസായി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം എന്നതിനപ്പുറത്തേക്ക് ഒരു വിശാലമായ പഠനത്തിന് കൂടിയാണ് ആ കമ്മിറ്റിയെ നിയോഗിച്ചത്. ജയിലിലെ സുരക്ഷ സംബന്ധിച്ച്, ഈ ജയിലിലെ ഇൻമേറ്റ്സിന്റെ എണ്ണം സംബന്ധിച്ച് അങ്ങനെ വലിയ നിർദ്ദേശങ്ങൾ കൂടി സമർപ്പിക്കേണ്ട ഒരു കമ്മിറ്റി കൂടിയാണ്. എന്താണ് വിവരങ്ങൾ? എന്തൊക്കെയാണ് പ്രധാനമായും ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവർ പരിശോധിച്ചത്? സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് പിന്നാലെയാണ് സർക്കാർ ഇത്തരത്തിലൊരു പ്രത്യേക സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത്. അവരുടെ ആദ്യ ജയിൽ സന്ദർശനമാണിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്നും നാളെയും അതിൻ്റെ പരിശോധനകൾ ഉണ്ടാകും. അതിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കും. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ജയിലുകളിലെ നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾ, അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ, അതോടൊപ്പം മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയിട്ടുള്ളത്. ഈ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം, അതെങ്ങനെ ആ സാഹചര്യം ഒരുങ്ങി എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിലവിൽ ജയിലിലുള്ള പൊതു സാഹചര്യം, എങ്ങനെയാണ് ഈ കൊടുംകുറ്റവാളിക്ക് ഇത്തരത്തിൽ ജയിൽ ചാടാൻ ഒരു സാഹചര്യം ഒരുങ്ങിയത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശാലമായ അന്വേഷണം അതിലുണ്ടാകും. ആവശ്യമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. നിലവിൽ ജയിലിലുള്ള സംവിധാനങ്ങൾ പരിശോധിക്കും. ഈ ജയിലിലെ ഈ തടവുകാരുടെ ബാഹുല്യവും അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ കുറവും നേരത്തെ ഈ ജയിൽ അധികൃതരൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. എന്തെങ്കിലും തരത്തിൽ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചുവെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നടപടിക്കും ശുപാർശ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ജയിലിലെല്ലാം സമാനമായ പരിശോധന നടത്തി 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഈ സമിതി അറിയിച്ചിട്ടുള്ളത്.